പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി അതാത് സ്ഥാനങ്ങളിൽ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 63-ാം സങ്കീർത്തനം 8-ാം വാക്യം. സാംസ് 63 വേഴ്സ് 8 നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ഏകദേശം 11 വാക്യങ്ങൾ അടങ്ങിയ ദാവീദിന്റെ ധന്യമായ ഒരു സങ്കീർത്തനം. ഇതിന്റെ പശ്ചാത്തലം എന്നത് വളരെ ശ്രേഷ്ഠമാണ്. ദാവീദ് യഹൂദ മരുഭൂമിയിലായിരിക്കുമ്പോൾ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ജീവിത സാഹചര്യത്തെ മുൻനിർത്തി ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ്: ദൈവമേ, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്. അപ്പോൾ യഹൂദ മരുഭൂമിയിൽ ദാവീദ് ആയിരിക്കുമ്പോൾ തൻ്റെ ഉള്ള അവസ്ഥ ദൈവത്തോട് പങ്കിടുന്ന വാക്യങ്ങളും വചനങ്ങളുമാണ് 63-ാം സങ്കീർത്തനം. അങ്ങനെ തൻ്റെ അനുഭവങ്ങൾ ധാരാളമായി പറഞ്ഞു വന്ന് 8-ാം വാക്യത്തിൽ പറയാണ്: എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് പറയുന്നത് നല്ല AC റൂമിലിരുന്നോ, മനോഹരമായ ആരാധനാലയത്തിലിരുന്നോ, വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇരുന്നോ ഒന്നുമല്ല. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നത്, അതെ, ഇസ്രയേലിന്റെ 1-ാമത്തെ രാജാവായ ശൗലിനെ ഭയന്ന് യഹൂദ മരുഭൂമിയിൽ കൂടെ ജീവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. തൻ്റെ നിലനിൽപ്പിന്റെ പ്രശ്നത്തിന്റെ മുമ്പാകെ ദാവീദ് പറയുകയാണ്: എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ വളരെ ആത്മാർത്ഥമായി ഈ പ്രഭാതത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, ക്രിസ്തീയ പാരമ്പര്യം നമ്മൾ ഉച്ചസ്ഥരം ഘോഷിക്കുന്നു, എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായി ചില സാഹചര്യങ്ങൾ വന്നാൽ, ഒറ്റപ്പെട്ടാൽ, പിന്തള്ളിയാൽ, പ്രതിസന്ധിയിലായാൽ നമ്മുടെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കുന്നു എന്നും അവിടുത്തെ ഉള്ളം കൈ എന്നെ താങ്ങുന്നു എന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം സുഖമായി, എല്ലാ കാര്യങ്ങളും ഓക്കെയായി, എല്ലാം ശരിയായാൽ പോലും പിന്നെ നമുക്ക് പിറുപിറുപ്പാണ്, പരാതിയാണ്, സങ്കടമാണ്, മുഖം തെളിയുകയില്ല, സന്തോഷമില്ല, ഒന്നിനോടും താല്പര്യമില്ല, ഒരു നിർവികാര ജീവിയായി നാം തുടരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദയാണ് അത് എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ വേദനയോടെ പറയുകയാണ്. യഹൂദ മരുഭൂമിയിൽ പ്രാണഭയത്തിൽ ഓടി നടക്കുന്ന ദാവീദ് വെള്ളമില്ലാതെ ജീവനെ ഭയന്ന്, അതും ആരാണ്? ഇസ്രയേലിന്റെ 1-ാമത്തെ രാജാവായ ശൗലിനെ ഭയന്ന്, അല്ലാതെ ഒരു സാധാരണ മനുഷ്യനെ അല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലും പറയാണ്: ദൈവമേ, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വാഗ്ദത്ത വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, സാഹചര്യങ്ങളെല്ലാം ശരിയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നടന്നിട്ടും
എല്ലാം സന്തോഷമായി മുൻപോട്ട് പോയിട്ടുമല്ല ഞാനും നിങ്ങളും ദൈവത്തെ അനുഗമിക്കേണ്ടത്, ദൈവത്തെ അന്വേഷിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എല്ലാ കാര്യങ്ങളും അസ്ഥാനത്താകുമ്പോഴും, എല്ലാ പ്രതിബന്ധങ്ങളും ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ തലയ്ക്ക് മീതെ വന്ന് നമ്മളെ പിച്ചു ചീന്തുവാൻ, തകർത്തെറിയുവാൻ തുടങ്ങുമ്പോഴും ദാവീദ് പറഞ്ഞു, എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, അവിടുത്തെ വലങ്കൈ എന്നെ താങ്ങും. തന്റെ വലിയ പ്രത്യാശ വിളിച്ചു പറയുകയാണ്. അതെ, ഞാൻ മരുഭൂമിയുടെ അനുഭവത്തിലാണ്, തൊണ്ട വറ്റി വരുന്ന അനുഭവത്തിലാണ്, എനിക്ക് ചുറ്റും ശത്രുക്കളാണ്, എൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എന്റെ ഉള്ളം അങ്ങയോട് പറ്റിയിരിക്കുന്നിടത്തോളം കാലം അങ്ങയുടെ വലങ്കൈ എന്നെ താങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ആരെല്ലാം നമുക്ക് എതിരായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മുടെ കാരണം കൊണ്ടോ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടോ എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ആര് നമ്മെ കുലുക്കാൻ നോക്കിയാലും, എത്ര ശ്രമിച്ചാലും നമ്മൾ കുലുങ്ങുകയില്ല, പതറുകയില്ല, ഉറച്ചു തന്നെ നിൽക്കും. അതെ, യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. എന്താ കാര്യം? ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ പോറ്റുവാൻ പുലർത്തുവാൻ മതിയായവനാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക്, നമുക്ക് ഉള്ളിടത്തോളം കാലം ഉറക്കെ പറയാൻ കഴിയും, അവിടുത്തെ വലങ്കൈ എന്നെ താങ്ങും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് താങ്കൾ ഏതെങ്കിലും വിഷമത്തിലാണോ? കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, കുടുംബകാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, ജോലിയിലുള്ള വിഷയം, ചില മെഡിക്കൽ റിപ്പോർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ. എന്താണ് താങ്കളുടെ പ്രശ്നം? എന്ത് വിഷയത്തിൽ കൂടെ കടന്നു പോയാലും നിരാശപ്പെടരുത്, തളരരുത്, പിറുപിറുക്കരുത്, പിന്തിരിയരുത്. ദാവീദിനെ പോലെ പറയണം, എന്റെ ഉള്ളം അങ്ങയോട് പറ്റിയിരിക്കുന്നു. ഇതൊക്കെ എനിക്കുണ്ട്, ഇതിൽ കൂടെ ഒക്കെയാണ് ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്നും എന്നെ അകറ്റുവാൻ കഴിയുകയില്ല. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നുണ്ട്, പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ ഇവയൊന്നും അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും എന്നെ വ്യതിചലിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രശ്നം നമുക്കുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്, രോഗമുണ്ട്, കുടുംബജീവിതത്തിന്റെ വിഷയങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ജോലി പ്രശ്നങ്ങളുണ്ട്, ഒക്കെ നമുക്കുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ അവിടെയും ഒരു ഉറപ്പ് നമുക്കുണ്ട്, കർത്താവിന്റെ വലങ്കൈ എന്നെ താങ്ങും. കാരണം കർത്താവിന്റെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, കർത്താവിന്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. കർത്താവിന്റെ വലങ്കൈ ഉയർന്നിരിക്കുമ്പോൾ തന്റെ ജനത്തിന് ദൈവം വിടുതലും വിജയവും നൽകും. അതുകൊണ്ട് ഇന്ന് ജീവജലം ശ്രവിക്കുന്ന എൻ്റെ എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങളും എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും ഈ വചനത്തിൽ ആശ്രയിച്ച് പ്രതികൂലങ്ങളെ നോക്കി ഭയപ്പെടാതെ, വിഷമിക്കാതെ, സങ്കടപ്പെടാതെ, ഞാനിതിനെ എങ്ങനെ അതിജീവിക്കുമെന്നല്ല, എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിനോട് പറ്റിയിരിക്കുക. അപ്പോൾ അവിടുത്തെ വലങ്കൈ എന്നെ താങ്ങിക്കൊള്ളും. പിന്നെ ഞാൻ എന്തിനെ ഓർത്ത് ഭാരപ്പെടാനാ? അതുകൊണ്ട് ആ ഒരു ഉറച്ച ദൃഢനിശ്ചയത്തോടെ, പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ നിയമകാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ, ആത്മീക കാര്യങ്ങൾ തമ്പുരാൻ നടത്തട്ടെ. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ഏവരുമായിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ കൃപയിൽ നിങ്ങളെ ഏവരെയും പരിപാലിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവയെ നോക്കി കരയുവാനോ അവയെ നോക്കി പിന്തിരിഞ്ഞു പോകുവാനോ അല്ല. എത്ര പ്രതികൂലമുണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളം അങ്ങയോട് പറ്റിയിരിക്കുന്നെന്ന് വളരെ ധൈര്യത്തോടെ പറയുവാൻ ഞങ്ങളെ എവിടെ നിന്ന് ഒരുക്കണമേ. അങ്ങനെ പറയാൻ പറ്റാത്ത ആരെങ്കിലും
ഈ പ്രഭാതത്തിൽ ദൈവജനം കേൾക്കുന്നുവെങ്കിൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം, ദൈവകൃപയിൽ നിലനിർത്തണം. അവരിന്ന് വചനപ്രകാരം ആത്മാർത്ഥമായി പറയുവാൻ അവരെ സജ്ജമാക്കണം. കാരണം ദൈവത്തിന്റെ വലങ്കൈ എന്നെ താങ്ങുന്ന കൈയാണ്. എവിടെ വീഴാൻ പോയാലും, എവിടെ താഴാൻ പോയാലും, എവിടെ ഏതെല്ലാം പ്രതികൂലം വന്നാലും ആ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുമ്പോൾ എന്നെ ഉയർത്തുന്നതാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ ഇന്നത്തെ ദിനം ആരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നീ ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപയെ ഞങ്ങളെ കാക്കേണം. വരവിനായൊരുക്കണം, പ്രത്യാശയെ നിലനിർത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമാവട്ടെ. എന്തെല്ലാം പ്രശ്നം വന്നാലും മനം തളരരുത്, പതറരുത്. എൻ്റെ മനം കർത്താവിനോട് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ പോകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവിടുത്തെ വലങ്കരം എന്നെ താങ്ങിക്കൊള്ളും. ഇത് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ന് യാത്ര തിരിക്കുക, ജോലിക്ക് പോകുക, നിയമകാര്യങ്ങൾക്ക് പോകുക. നിങ്ങൾ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഈ വാക്യം പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ ഇന്ന് ഭവനത്തിൽ മടങ്ങുന്നതിന് മുമ്പേ ആ വലങ്കരത്തിന്റെ ശക്തി തിരിച്ചറിയും. വിടുതലോടെ, അനുഗ്രഹത്തോടെ നിങ്ങൾ വീട്ടിൽ മടങ്ങിയെത്തും. അങ്ങനെ നന്മ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവ കൃപയും സമാധാനവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ തലമുറ ഈ ലോകത്തിന്റെ ഏത് വൻകരയിലായിരിക്കുന്നോ അവിടെയൊക്കെയും ഉണ്ടായിരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.